തോറ്റം കെട്ടിയാടാനുള്ള ഒരുക്കത്തിനിടെയാണ് തെയ്യം കലാകാരൻ ഇ.പി. നാരായണൻ പത്മശ്രീ പുരസ്കാരം ലഭിച്ച വിവരം അറിയുന്നത്. പുരസ്കാര നേട്ടത്തെ വലിയൊരു അംഗീകാരമായി കാണുന്നുവെന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വളപട്ടണം മുച്ചിലോട്ടുകാവിൽ തെയ്യം തോറ്റം കെട്ടിയാടാനുള്ള ഒരുക്കത്തിലാണ് നാരായണൻ. അങ്ങനെ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ കണ്ണൂരിന്റെ മണ്ണിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. തെയ്യം കലാകാരൻ ഇ.പി. നാരായണനാണ് ഈ പുരസ്കാരം അർഹനായിട്ടുള്ളത്. അദ്ദേഹം ഈ തെയ്യം ത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ സമയത്ത് തന്നെ ഈ ഒരു പുരസ്കാരം കിട്ടിയെന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്ത് തോന്നുന്നു? ഏറ്റവും വലിയ സന്തോഷം, ഇതിനപ്പുറം ഒരു സന്തോഷം പറയാനില്ല. എൻ്റെ വളപട്ടണം മുച്ചിലോട്ടുകാവിൽ ഞാൻ 32 വർഷമായി തിരുവടി വെക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ എൻ്റെ ആ ഒരു വിവരം എനിക്ക് കിട്ടുക വരുന്നത് ആ അമ്മേൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മുടെ സമുദായത്തിൽ തന്നെ ഏറ്റവും വലിയൊരു എന്താ വെച്ചാൽ നമ്മളെ ആൾക്കാർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കും നമ്മുടെ സമുദായത്തിലും എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ഇതിനപ്പുറം ഇനി സന്തോഷം ഇനി എന്നാൽ നമുക്ക് പറയാനില്ല. അത്രയും വലിയ സന്തോഷത്തിലേക്കുണ്ട്. എപ്പോഴാണ് അറിഞ്ഞത്? ഇന്ന് ഇവിടെ വന്നതിന് ശേഷമാണ്, അമ്മേൻ്റെ അടിയന്തരം ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ ഒറിജിനലായിട്ട് അതിൻ്റെ വിവരം ശരിക്കും കിട്ടുന്നു. അപ്പോൾ അതന്നെ ഏറ്റവും വലിയ സന്തോഷമല്ലേ. എത്ര വർഷമായി ഞാൻ തെയ്യം രംഗത്ത് 4 വയസ്സ് മുതൽ ചെറിയ തെയ്യങ്ങൾ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 68 വയസ്സായി. അപ്പോൾ 68 വർഷത്തിൽ 32 വർഷം ഇവിടെ തന്നെയായി. അതിലും കൂടുതൽ തെയ്യം കഴിച്ച സ്ഥലം വേറെയുണ്ട്. 50 വർഷം തുടർച്ചയായിട്ട് കിട്ടിയ സ്ഥലം വേറെയുണ്ട്. 50 വർഷം 13 വയസ്സിൽ കിരീടം വെച്ച സ്ഥലമുണ്ട്. അവിടെയും ഇതേപോലെ കഴിഞ്ഞ എൻ്റെ അപ്പുറത്തെ കൊല്ലാൻ 50 വർഷത്തിന് എല്ലാവരും അവരൊരു സ്വീകരണമൊക്കെ തന്ന് എന്നെ വിട്ടത്. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അമ്മേൻ്റെ നടയിൽ വെച്ചിട്ട് തന്നെ അത് എനിക്ക് കിട്ടിയത് എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു അത്രയും സന്തോഷമുണ്ട്. എല്ലാം കളിയാട്ട സിനിമയുടെ ഭാഗമായിട്ടുണ്ടല്ലോ അല്ലേ? കളിയാട്ട സിനിമയിൽ നമ്മൾ സുരേഷ് ഗോപിക്ക് എല്ലാ തെയ്യം കെട്ടിക്കൊടുത്തതും അതിൻ്റെ ബാക്കിയുള്ള പിന്നണിയിൽ ഏകദേശം എല്ലാം ചെയ്തു കൊടുത്തത് ഞാൻ തന്നെയാണ്. അതിൽ എൻ്റെ ഒരു തെയ്യം കൂടിയുണ്ട്, കഴിവേറി വീടിൻ്റെ ഒരു തെയ്യവും കൂടെ ആ സിനിമയിലുണ്ട്. എൻ്റെ കളിയാട്ടം നാരായണൻ എന്ന് അറിയപ്പെടുന്നത് തന്നെ. അതെ, ഇത്രയും വലിയ സന്തോഷം. അതിന് പറഞ്ഞെടുക്കെങ്കിൽ ആ സന്തോഷമാണ്. അതെ, എന്ത് പറയണമെന്ന് തന്നെ എനിക്കിപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല. അത്രയും സന്തോഷമുണ്ട്. വിളിച്ചോ? ഒരുപാട് ആൾക്കാർ വിളിച്ചു. എനിക്കിപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കോൾ വന്നിട്ട് ആൾക്കാർ വന്ന് വിളിച്ച് അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ തോറ്റത്തിൻ്റെ സമയമായി. നമ്മളെ അടിയന്തര കാര്യങ്ങൾക്ക് നമുക്ക് അതിലൊന്നും വ്യതിചലിക്കാത്ത ഒരാളാണ് ഞാൻ. ഇത് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ കടാക്ഷം തന്നെ പറയാൻ പറ്റുമോ? അമ്മേൻ്റെ കടാക്ഷം തന്നെ, അതിലൊരു മാറ്റമില്ല. വളപട്ടണം മുച്ചിലോട്ടുകാവിൻ്റെയും ആ നമ്മളെ കാവിൻ്റെ പേരും കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവിടെ കഴിച്ചിട്ട്. വളപട്ടണം മുച്ചിലോട്ടുകാവിലെ തെയ്യത്തിന്റെ ഭാഗമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ സമയത്താണ് ഈ പുരസ്കാരം എത്തുന്നത് എന്നതാണ്. അങ്ങനെ ഈ പുരസ്കാരം ഒരു കറക്റ്റൊരു മുഹൂർത്തത്തിൽ തന്നെ ലഭിച്ചു എന്നതും ഇരട്ടി സന്തോഷമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.